Good morning students, welcome back to physiology classes. Next we have to discuss the paratonic moments of variation or nastic moments. In the previous class we discussed about the paratonic moments of curvature or tropic moments, and now we have to discuss paratonic moments of variation or nastic moment. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പാരട്ടോണിക് മൂമെൻറ്റ്സ് ഓഫ് കർവേച്ചർ ആയിരുന്നു. ഇത് പാരട്ടോണിക് മൂമെൻറ്റ്സ് ഓഫ് വേരിയേഷൻ ആണ്. ഈ പാരട്ടോണിക് മൂമെൻറ്റ് ഓഫ് വേരിയേഷന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, നാസ്റ്റിക് മൂമെൻറ്റ്, അതായത് സ്ലീപ്പിംഗ് മൂമെൻറ്റ്സ്. ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഓൾസോ ഒക്കർ in response to external stimulus, and this is not unidirectional movement but diffused movement. ഇപ്പോൾ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് യൂണിഡയറക്ഷണൽ ആയിരുന്നു അല്ലേ, ഏതെങ്കിലും ഒരു ഭാഗം കൂടുതൽ വളരുക മറ്റു ഭാഗം കുറച്ച് വളരുക എന്ന് നമ്മൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ തരം ജിയോട്രോപ്പിസത്തിലായിരുന്നാലും ഫോട്ടോട്രോപ്പിസത്തിലായിരുന്നാലും ഹൈഡ്രോട്രോപ്പിസത്തിലായിരുന്നാലും യൂണിഡയറക്ഷണൽ ഗ്രോത്ത് ആയിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇവിടെ അതായത് നാസ്റ്റിക് മൂവ്മെൻറ്റ്സിൽ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. There are three type of nastic movements: nyctinastic, thigmonastic and seismonastic movements. ഈ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. nyctinastic മൂവ്മെൻറ്റ് ഓർ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് എല്ലാം സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ് തന്നെയാണ്. ദിസ് nyctinastic മൂവ്മെൻറ്റ് എസ്പെഷ്യലി ഇസ് കോൾഡ് സ്ലീപ്പിംഗ് ബിക്കോസ് ഹിയർ ദ ലീഫ് ഡ്രൂപ്പ്. ചില ഇലകൾ സന്ധ്യ ആകുമ്പോഴേക്കും ഉറങ്ങാറുണ്ട് അല്ലേ, ഉറക്കം തൂങ്ങി മരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മരം തന്നെയുണ്ട്. ലെഗൂമിനോസേ ഫാമിലിയിലെ പ്ലാന്റ്സ് ആണ് കൂടുതലും സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നത്. പിന്നെ ലീവ്സ് കൂടാതെ ചില പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സും രാത്രിയാകുമ്പം കൂമ്പി പോകാറുണ്ട്. കൂമ്പിയിട്ട് രാവിലെ ആകുമ്പോൾ പിന്നെയും വിടർന്ന് വരാറുണ്ട്. ദി സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിനാണത് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ഓപ്പൺ ചെയ്യുന്നു, സൂര്യൻ അസ്തമിക്കുമ്പം ക്ലോസ്ഡ് ആവും. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ നാസ്റ്റിക് മൂവ്മെൻറ്റ്. എക്സാമ്പിൾ ഓക്സാലിസ് ആൻഡ് ലെഗുമിനസ് പ്ലാന്റ്സ്. ബട്ട് ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ട്യൂലിപ്പ് ആൻഡ് ക്രോക്കസ്, ടെമ്പറേച്ചർ ഈസ് ദി സ്റ്റിമുലസ് ആൻഡ് ദീസ് ഫ്ലവേഴ്സ് ഓപ്പൺ ഓൺലി വെൻ ടെമ്പറേച്ചർ ഈസ് ഓപ്റ്റിമം. ക്രോക്കസ് എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവാണ്. കാശ്മീരിലൊക്കെയാണ് കുങ്കുമപ്പൂ വളരുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നമുക്കറിയാം വളരെ തണുപ്പാണ്. അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് ഈ ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യുക, അല്ലാത്തപ്പം അത് ക്ലോസ്ഡ് ആയി പോകും. ഇപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ അത് സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് തെർമോനാസ്റ്റിക് മൂവ്മെൻറ്റ്. ഇപ്പോൾ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ആണ്. ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിന് എതിരെ അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിന് വേണ്ടിയിട്ടാണ് സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ് കാണിക്കുന്നതെങ്കിൽ ഫോട്ടോനാസ്റ്റിക്, ടെമ്പറേച്ചർ എന്ന് പറയുന്ന സ്റ്റിമുലസിന് വേണ്ടിയിട്ടാണ് സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് കാണിക്കുന്നതെങ്കിൽ തെർമോനാസ്റ്റിക്. ആൻഡ് നെക്സ്റ്റ് ഈസ് സീസ്മോനാസ്റ്റിക് മൂവ്മെൻറ്റ്. ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസിന് വേണ്ടിയിട്ട് ഉറക്കം സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ടച്ച് മീ നോട്ട്, മൈമോസ പുഡിക്ക. ഈ മൈമോസ പുഡിക്ക പ്ലാന്റിനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അത് ഉറങ്ങിപ്പോകും. അതിൻ്റെ ലീഫ് ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീഫാണ് ഉള്ളത് കേട്ടോ. ഇത്രയും ഒരു ലീഫാണ്, ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. ഈ ലീഫിൻ്റെ പീറ്റോളിൻ്റെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ പൾവൈനി കാണാം. പൾവൈനി എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഗുമിനോസെ ഫാമിലിയിലെ ലീവ്സിനൊക്കെ ഉള്ള ഒരു വീർത്ത ബേസ്, അതാണ് പൾവൈനസ് ലീഫ് ബേസ്. ഈ പൾവൈനിക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പർ റീജിയനിൽ കാണുന്ന പാരൻകൈമ സെൽസിന് താരതമ്യേന തിക്ക് വോളായിരിക്കും. കുറച്ച് തിക്കൻഡ് ആയിട്ടുള്ള സെൽ വോളുള്ള പാരൻകൈമ സെൽസും ഇൻ്റർ സെല്ലുലാർ സ്പേസ് വളരെ കുറവുമായിരിക്കും. എന്നാൽ ലോവർ റീജിയനിൽ, ഈ പൾവൈനിയുടെ ലോവർ റീജിയനിലാണെങ്കിൽ തിൻ വോൾഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് വിത്ത് വെരി ലാർജ് ഇൻ്റർ സെല്ലുലാർ സ്പേസ്. അപ്പോൾ ഈ ചെടിയെ ഇതിൻ്റെ ഇലയെ നമ്മളൊന്ന് തൊടുമ്പോൾ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോഴേക്കും അത് അനങ്ങും. അനങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ സെൽസിനകത്തുള്ള വെള്ളം, സെല്ല് ടർജിഡായിട്ട് നിൽക്കുകയാണ്, സെല്ലിനകത്തുള്ള വെള്ളം അതിൻ്റെ ഇൻ്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും ആ സെല്ലുകൾ വാടി പോവുകയും ചെയ്യും. താഴെയുള്ള സെൽസിലാണ് അത് ആദ്യം സംഭവിക്കുക, ബിക്കോസ് താഴെയുള്ള സെല്ല് തിൻ വോൾഡാണ് അല്ലേ. അങ്ങനെ താഴെയുള്ള സെൽസ് വാടി പോകുമ്പം ഈ ലീഫ് എന്ത് ചെയ്യും, താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. ഇതിപ്പം ഇതാണ് ആ പൾവേനി കാണിച്ചിട്ടുള്ളത്.
ലീഫ്ലെറ്റ്, ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്ലെറ്റിൻ്റെ പൾവൈനസ് ബേസ് ആണ്. ടർഗർ പ്രഷർ കുറയുമ്പോഴേക്കും അത് ഡ്രോപ്പ് ചെയ്യും താഴേക്ക്. ശരിക്കും തല തിരിച്ചായിരുന്നു വരയ്ക്കേണ്ടിയിരുന്നത്, താഴേക്ക് ഡ്രോപ്പ് ചെയ്ത്, അതായത് ലീഫ് അടഞ്ഞു പോയതാണ് കാണിക്കുന്നത്. ടർഗർ പ്രഷർ കുറയുകയും ലീഫ് ഫ്ലാസിഡ് ആവുകയും പോവുകയും ചെയ്യും. അന്നേരത്താണ് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. ഇത് ഉറങ്ങിയ ലീഫിൻ്റെ സംഗതിയാണ് ഈ കാണിക്കുന്നത്, ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പൾവൈനസ് ലീഫ് ബേസിലെ സെൽസിൻ്റെ ടർഗർ പ്രഷർ കുറയുന്നതാണ് അതിന് കാരണം. നോക്കൂ, ലോവർ സൈഡിലുള്ള ലീഫിൻ്റെ ടർഗർ പ്രഷർ കുറഞ്ഞ് അത് വാടിപ്പോയി. സെല്ലിൻ്റെ എണ്ണം ഇവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ വാടൽ നടന്നത് അവിടേക്ക് ലീഫ് ഡ്രോപ്പ് ചെയ്യും. ഇതാ, ലോവർ സർഫസിലെ സെൽസ് വാടിപ്പോകുമ്പോഴേക്കും ലോവറിലേക്ക് തന്നെ ലീഫ് ഡ്രോപ്പ് ചെയ്യുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ദാറ്റ് സെൽസ് റീഗെയിൻ ഇറ്റ്സ് ടർഗർ പ്രഷർ and osmotic pressure, and the leaf also regain its original normal shape. പോയിന്റ്സ് എഴുതിയെടുക്കാം, നമ്മൾ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. നെക്സ്റ്റ് ഈസ് തിഗ്മോണാസ്റ്റിക് മൂവ്മെൻറ്റ്. ഇത് സീസ്മോണാസ്റ്റിക് ആണ്. തിഗ്മോണാസ്റ്റിക് യഥാർത്ഥത്തിൽ ഇതാണ് ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസിനെതിരെയുള്ള റെസ്പോൺസ്. സീസ്മോണാസ്റ്റിക് ടർഗർ പ്രഷറിൻ്റെ വേരിയേഷൻ കാരണമാണ്. അവിടെയും നമ്മൾ ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനെ സീസ്മോണാസ്റ്റിക് മൂവ്മെൻ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഒക്കർ ഡ്യൂ ടു ദി വേരിയേഷൻ ഇൻ ടർഗർ പ്രഷർ. ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസിന് വേണ്ടിയിട്ടുള്ള പ്രതികരണം കാണിക്കുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഡ്രൊസീറയ്ക്കും വീനസ് ഫ്ലൈ ട്രാപ്പിനുമൊക്കെ ഫ്ലൈ വന്ന് അതിൻ്റെ പിക്ചറിലിരിക്കുമ്പം അല്ലെങ്കിൽ ഫ്ലൈ ട്രാപ്പിംഗ് പൗച്ചിലിരിക്കുമ്പോൾ തന്നെ ആ ഇൻസെക്റ്റിൻ്റെ സ്പർശം ഉണ്ടാവുന്ന നിമിഷത്തിൽ തന്നെ അതിൻ്റെ ടെൻഡക്കിൾ എന്ത് ചെയ്യും, ആ ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസ് തിരിച്ചറിയുകയും ഉടൻ തന്നെ ടെൻഡക്കിൾ അകത്തേക്ക് കർവ് ചെയ്തിട്ട് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ.